ചാലക്കുടിയിൽ നടന്ന ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ മോഷണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുമെന്നുള്ള വാർത്ത വരുന്നു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കും. അതേസമയം പ്രതി ഹിന്ദി സംസാരിച്ചതുകൊണ്ട് മലയാളിയല്ലെന്ന് പറയാൻ കഴിയില്ല എന്ന് തൃശൂർ റേഞ്ച് DIG S ഹരിശങ്കർ പ്രതികരിച്ചു. അപ്പോൾ നമ്മൾ ഒരു പ്രജുഡിസും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി അത് ആക്ഷൻ തുടങ്ങും. ഒരു 2-3 ദിവസം മുന്നോട്ട് പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു നിഗമനം ഒരു 24 hours കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല. അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് ഇപ്പോൾ അർത്ഥമില്ല. നമ്മളത് ഓപ്പൺ എൻഡഡ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജ്ജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പ്രതിക്ക് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്ന തരത്തിൽ ഉള്ള ഒരു മോഷണം, അതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ, സൂരജ്? ഉന്മേഷ്, പോലീസിനെ സംബന്ധിച്ച് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതി ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെയും വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതുതായി വരുന്ന വിവരം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാകും ഈ കേസ് അന്വേഷിക്കുക. റൂറൽ SP മേൽനോട്ട ചുമതല വഹിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് 45 ലക്ഷം രൂപ ഈ പ്രതി മോഷണം നടത്തുന്ന സമയത്ത് ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 15 ലക്ഷം രൂപ, അതായത് 3 കെട്ടുകളാണ്, 5 ലക്ഷം രൂപ വീതമുള്ള 3 കെട്ടുകളാണ് ഈ പ്രതി മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള മോഷണം, അതായത് ഇയാൾക്ക് ആവശ്യമുള്ള തുക ഈ ക്യാഷ് കൗണ്ടറിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടതെന്ന് തന്നെ പറയുന്നു. ഒരു കവർച്ച, അതായത് വലിയൊരു കൊള്ള ലക്ഷ്യമിട്ട് വന്ന പ്രതിയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന പണമടക്കം കവർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാങ്കിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തതയുള്ള ആളാണ് ഈ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ അടക്കം CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ അസ്വാഭാവികമായ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുന്നതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലടക്കം ട്രെയിനുകളിലടക്കം വലിയ രീതിയിലുള്ള പരിശോധന നടത്താൻ ഇന്ത്യയിൽ ഉടനീളം റെയിൽവേ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഉൾപ്പെടെ പ്രത്യേക പോലീസിന്റെ പരിശോധനകളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിലും പോലീസിന്റെ പരിശോധനകളുണ്ട്. ഊർജിതമായ അന്വേഷണം നടക്കുന്നു. പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താവുന്ന ലീഡുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. അധികം വൈകാതെ പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.